എല്ലാ അഭ്യൂഹങ്ങൾക്കും വിരാമമിട്ട് ആ പ്രഖ്യാപനമെത്തി. ബ്രസീൽ ദേശീയ ടീമിനെ പരിശീലിപ്പിക്കാൻ കാർലോ ആഞ്ചലോട്ടി എത്തുന്നു. ഫുട്ബോൾ സിരകളിൽ അലിഞ്ചേർന്ന ഒരു ജനതയുടെ സ്വപ്നങ്ങളിലേക്കും പ്രതീക്ഷകളിലേക്കുമാണ് യൂറോപ്പിന്റെ മടിത്തട്ടിൽ നിന്ന് അയാൾ പറന്നിറങ്ങുന്നത്. ചില തീരുമാനങ്ങൾ അങ്ങനെ കാണും, ചിലപ്പോൾ അതിന് പൊന്നിന്റെ വിലയായിരിക്കും. റയൽ മാഡ്രിഡ് വിട്ട് ബ്രസീലിലേക്ക് ചേക്കേറാൻ കാർലോക്ക് ഇതിലും മികച്ചൊരു സമയം ഇനി ലഭിക്കാനില്ല. ചാമ്പ്യൻസ് ലീഗിലും ലാലിഗയിലുമെല്ലാം കാലിടറിയ ലോസ് ബ്ലാങ്കോസിനും ഇപ്പോൾ വേണ്ടത് സമഗ്രമായി പൊളിച്ചെടുത്താണ്. സാബി അലോൺസോ എന്ന പുതിയ കാലത്തിന്റെ മാനേജർ മാഡ്രിഡിലേക്ക് എത്തുമ്പോൾ ബ്രസീൽ ദേശീയ ടീമിന് ആവശ്യം തടക്കവും വടക്കവുമുള്ളൊരു മുഖമാണ്. 2022 ഖത്തർ ലോകം കിരീടപ്പോരാട്ടത്തിൽ അന്ന് എല്ലാവരും പ്രതീക്ഷയോടെ കണ്ടിരുന്ന സംഘമായിരുന്നു സ്പെയിൻ. എന്നാൽ സംഭവിച്ചത് മറ്റൊന്നാണ്. ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ ജപ്പാനോട് ഞെട്ടിക്കുന്ന തോൽവി. ഒടുവിൽ പ്രീ ക്വാർട്ടറിൽ മൊറോക്കോയോട് തോറ്റ് ലോകകപ്പിൽ നിന്ന് മുൻ ചാമ്പ്യന്മാർ പുറത്ത്. ടീമിന്റെ മോശം പ്രകടനം ലൂയിസ് എൻറിക്കെ എന്ന പരിശീലകന് അന്ന് പുറത്തേക്കുള്ള വഴിയും തെളിയിച്ചു. ബാഴ്സലോണയിൽ ചാമ്പ്യൻസ് ലീഗ് അടക്കം ഒട്ടേറെ നേട്ടങ്ങൾ സ്വന്തമാക്കിയ എൻറിക്കയുടെ തന്ത്രങ്ങൾ ദേശീയ ടീമിൽ വർക്കായില്ല. എന്നാൽ അയാൾക്ക് പകരക്കാരനായി വലിയ പേരുകൾ ഒട്ടേറെ ഫെഡറേഷന് മുന്നിലെത്തി. ഇതെല്ലാം നിഷ്കരുണം വെട്ടിയ അവർ ജൂനിയർ ടീമിനെ പരിശീലിപ്പിച്ചു മാത്രം പരിചയമുള്ള ലൂയിസ് ഡെല ഫുവന്റെയിലാണ് വിശ്വാസമർപ്പിച്ചത്.